ഞാനൊരു കോടീശ്വരനാണ്. നിങ്ങൾ എന്തിനാ കളിയാക്കുന്നത്? നിങ്ങൾ ഭയങ്കര കോടീശ്വരൻ. കുറെ കോട്ടുധാരിയെ കുറെ ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാവും. നിങ്ങളെ കോടീശ്വരനല്ല, നിങ്ങൾ വെറും ഒരു പുങ്കനാണ്. പുങ്കൻ. എന്താ വിളിച്ചത്? പുങ്കൻ. എന്റെ മുതലാളിയെ പുങ്കനെന്നോ? അങ്ങനെ പറഞ്ഞു. പാത്രം വീണാൻ തോന്നുന്നു. പാത്രം വീണല്ലേ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. എന്റെ മുതലാളിയെ പുങ്കരുന്നു. ഈ നിൽക്കുന്ന എന്റെ മുതലാളി ആരാധിക്കറിയോ? ഇല്ല. എന്റെ മുതലാളിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് മുതലാളി ഞാൻ പറയും മുതലാളിയുടെ സ്നേഹമാണ് മുതലാളി. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ മുതലാളിയുടെ മടിയിരുത്തിയാണ് 28 കെട്ട് കെട്ടിയത്. ഓഹോ. എന്റെ മോൾ ഇത്തിരി വളർന്ന് പഠിക്കാറായപ്പോൾ എന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവുകൾ മൊത്തം നോക്കിയത് എന്റെ ഈ നിൽക്കുന്ന മുതലാളിയായിരുന്നു. പറയും മുതലാളി, ഞാൻ പറയും മുതലാളി. അതെല്ലാം കഴിഞ്ഞ് എന്റെ മോളിന് ഒരു ജോലി കിട്ടിയ സമയത്ത് എന്റെ മോളെ നേരെ UK കയറ്റി അയച്ചോണ്ട് ഒരു ജോലി നേടിക്കൊടുത്തത് ഈ നിൽക്കുന്ന എന്റെ മുതലാളിയാണ്. എന്റെ മോളെ നിങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് മുതലാളി. അല്ല, മുതലാളിയാണ് പൈസ ശരിയാക്കി തന്നിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പോയത്. എത്രയൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും ഒരഹങ്കാരവും കാണിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയാണ് എന്റെ മുതലാളി. നിങ്ങൾ താമസിക്കുന്ന ദുബായ് ഉണ്ടല്ലോ, ദുബായിലെ ബുർജ് ഖലീഫ, അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്റെ മുതലാളിക്ക് റൂമുണ്ട്. ആ മൊനയിലാ? മൊനയിലല്ല, ഇത് താഴത്തെ റൂം മുതലാളിയുടെ. അതല്ലാതെ ഈ നാട്ടിൽ തന്നെ എത്രയോ സ്വത്തുക്കൾ മുതലാളിക്കുണ്ട്. 45,000 സ്ക്വയർ ഫീറ്റ് വീടാണ് എന്റെ മുതലാളിക്കുള്ളത്. അതിൽ തന്നെ 26 ബെഡ്റൂം, 56 ബാത്റൂം. ഇതിന് ഓടി സാധിക്കാൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും 1 കോടി രൂപയുടെ കട്ടിലാണ് എന്റെ മുതലാളി ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. 1 കോടിയുടെ പറയും മുതലാളി, ഞാൻ പറയും, എനിക്കത് പറഞ്ഞേ പറ്റൂ. ഇന്നേ വരെ എന്റെ മുതലാളി ആ 1 കോടിയുടെ കട്ടിലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുതലാളി അടുക്കളയിൽ ഒരു ചടച്ചാക്ക് വിരിച്ച് വേലക്കാരി തയ്യമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അവൻ എന്ന പുങ്കനെന്ന് മാത്രമല്ലടാ വിളിച്ചോളൂ. ആ പുങ്കനെ പൊക്കിയെടുത്ത് നീ എവിടെ കൊണ്ടുപോയി? അടുക്കളയിൽ തങ്കമ്മേനെ കൂടെ ചലച്ചാക്കി കൊണ്ടിട്ട് ഇതിന് നീ മറുപടി പറയണം ടോണി. നിന്റെ 4 തലമുറ എനിക്ക് മറുപടി തരണം. ഈ കുടുംബത്തിന് എനിക്ക് ബന്ധം വേണ്ട. അയ്യേ, ഇങ്ങനെ ഒരു കോടീശ്വരനാ? വേലക്കാരോട് കിടന്നുറങ്ങുന്ന കോടീശ്വരൻ. നാണക്കേട്. എനിക്ക് കുടുംബത്തിന് ബന്ധം വേണ്ട. എനിക്ക് ടോണി, ഈ നാട്ടുകാർ മൊത്തം നോക്കി ഈ കല്യാണം നടക്കൂല. ഇങ്ങനെ അടുക്കളക്കാർ കൂടെ കോടീശ്വരൻ കിടന്നുറങ്ങിയേക്കുന്നത്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. ആളിരിക്കണം സൈലന്റ് പ്ലേസ്. സഞ്ജു, ഹായ്. എന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റാണല്ലോ. സ്ക്രിപ്റ്റിൽ ചെറിയൊരു തിരുത്ത് വരുത്തിയാലോ? എന്ത്? ഈ ചണച്ചാക്കി കിടന്നത് മുതലാളിയുടെ പപ്പയാണെന്ന് പറഞ്ഞാലോ? എന്റെ പപ്പ ഈ തങ്കമ്മയെ കേട്ടിട്ടുണ്ടാ? എന്താണ് അതിന്റെ ആവശ്യം? ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നടക്കുമെങ്കിൽ നടക്കട്ടെ മുതലാളി. ചണച്ചാക്കിൽ നീയും തങ്കമ്മേനെ കിടന്നെന്ന് പറഞ്ഞാലേ അത് ശരിയാവില്ല മുതലാളി. എന്ത്? എനിക്ക് നിലത്ത് കിടന്ന് കഴിഞ്ഞാൽ നടുവേദന എടുക്കും. ഒരു കാര്യം ചെയ്തല്ല, ആ റൂം തരുവായിരുന്നെങ്കിൽ ഞങ്ങൾ 2 കൂടെ വേണമെങ്കിൽ അവിടെ പോയി കിടക്കായിരുന്നു. ഞാൻ കവിത ലോഡ്ജ് നടത്തുമല്ല. പോയി ചെന്ന് പറയണേ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം.